ഹലോ ഹായ് സിയാം വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേതാ സ്ഥലമെന്നറിയോ? മരുന്നുമൂട് പള്ളിയാണേ, പത്തനംതിട്ടയിലാണ്. അപ്പോൾ മരുന്നുമൂട് പള്ളിയെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് വിശ്വാസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാരണം എനിക്കിവിടുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് സാധ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ വിഭാഗക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ പടിയേറി അകത്തോട്ട് വരുവാണ്. ഇവിടെ നിന്നിട്ട് നമ്മളാണ്ട് ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. ഇവിടെ വ്യാഴാഴ്ച ശനിയാഴ്ചയാണ് നല്ല തിരക്കായിട്ട്, ഒരുപാട് തിരക്കുണ്ട്. പിന്നെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളും നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ ആ ബോക്സിലിടാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അകത്തെങ്ങനെയാണെന്നൊക്കെ കാണാം. കാരണം ഇവിടെ വരാൻ ആഗ്രഹമുള്ളവരും വരാൻ പറ്റാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് കാണും കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ അകത്ത് മെഴുകുതിരി കത്തിക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് മെഴുകുതിരി മേടിച്ച് നമുക്ക് ആ ബോക്സിലിടാം. ഞാൻ അവിടെ അകത്ത് കയറി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ദിവസങ്ങളിലാണ് വരുന്നത് കേട്ടോ. ശനിയാഴ്ചയും വ്യാഴാഴ്ചയും വന്നു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കാണ്. നമുക്ക് ഉള്ളിലോട്ടൊക്കെ കയറാനും നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കാറാണ്. പിന്നെ ഇവിടെ എങ്കിൽ നേർച്ചയായിട്ട് മെഴുകുതിരിയും പിന്നെ മാതാവിൻ്റെ അടുത്ത് നമുക്ക് മുല്ലപ്പൂമാലയൊക്കെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കാറ്. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത് KP റോഡ് അടൂർ പത്തനാപുരം റൂട്ടിലാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിശ്വാസമുള്ളവർക്ക് വന്ന് പ്രാർത്ഥിക്കാം. എനിക്കിവിടെ ഒരുപാട് വിശ്വാസമാണ്. ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുറ്റിനുമുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പുറത്തെ സൈഡിലാണ്, അവിടെയും നമുക്ക് രൂപകുണ്ടിന് മുന്നിൽ മെഴുകുതിരി കത്തിക്കാം. ഇവിടെയൊക്കെ ആൾക്കാർക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടോ. അങ്ങനെ തന്നെ ഞാൻ മെഴുകുതിരി കത്തിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.